പ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിൽ ഞാൻ PJ ജോസഫ്, ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ്സുകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകളിങ്ങനെ എന്താണ് ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെന്ന് പറയാൻ കാരണം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഞാൻ ആദ്യം നന്ദി പറയുന്നു. കാരണം 1400 ആളുകൾ 2 ദിവസത്തിനുള്ളിൽ കണ്ടിട്ടുള്ള ആ ഒരു വീഡിയോ, അതിൽ ഇന്ത്യയിൽ നിന്ന് ആ വീഡിയോ കണ്ടിട്ടുള്ളത് 11.2% ആളുകളാണ്. അപ്പോൾ ധാരാളം പ്രേക്ഷകർ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്നു. നമ്മൾ വലിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ അല്ലെങ്കിൽ ആരെങ്കിലും ഫണ്ട് ചെയ്ത് ചെയ്യുന്നതൊന്നുമല്ല, മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ എൻ്റെ പഴയ ഒരു പ്രൊഫസർ പറയുന്നുണ്ട്, ഒരു ജനാധിപത്യ സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ പൗരന്മാർ ജനാധിപത്യ പ്രക്രിയയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല എന്ന്. അതുകൊണ്ടാണ് ഇടപെടുന്നത്. ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിനെ കുറിച്ച് വളരെ ലളിതമായി സൂചിപ്പിച്ചാൽ, ഏറ്റവും പ്രാഥമികമായി ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ്. മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ. ഇതിൽ തന്നെ ഗവൺമെൻറ് പരാജയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വിവിധ തരത്തിലത് പരിശോധിക്കാവുന്നതാണ്. ADGP അജിത് കുമാർ RSS ചീഫ് തെത്രബായ ഹൊസബെല്ലയെ 2023 കാണുന്നുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് കാണുന്നത്? പിന്നീട് രാംമാധവിനെ കാണുന്നുണ്ട്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് കാണുന്നത്? അതുമായിട്ട് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലുണ്ടായ വിജയവുമായിട്ട് അതിൻ്റെ ബന്ധം എന്താണ്? കേരളത്തിലെ പോലീസിൽ RSSൻ്റെ സ്വാധീനമുണ്ടായി എന്ന് പറഞ്ഞത് VD സതീഷിനോ രമേശ് ചെന്നിത്തലയോ PK കുഞ്ഞാലിക്കുട്ടിയോ PJ ജോസഫോ അല്ല, CPIയുടെ നേതാവ് ആനി രാജയാണ്. അപ്പോൾ ഇവിടെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് എന്നുള്ളതിന് CPIയുടെ അണികൾ പോലും തൃപ്തരല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഈ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നമ്മുടെ ഡെപ്റ്റിൻ്റെ തോത് 24% മുകളിലാണ്. കേരളം വലിയ രീതിയിൽ പൊതുക്കടം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 300%-ലധികമായി നമ്മൾ എടുക്കുന്ന ഈ പബ്ലിക് ഡെപ്റ്റ് വർദ്ധിച്ചു കേരളത്തിൽ. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം, അയ്യപ്പ സംഗമം നടത്തിയത് കേരള സർക്കാരും ട്രിവാൻഡ്രം ദേവസ്വം ബോർഡും ചേർന്നാണ്. ഇന്ന് കോടതി പരാമർശം വന്നിട്ടുണ്ടല്ലോ, അവിടെ വരവ് ചെലവ് കണക്കുകൾക്കിടയിൽ അതിനകത്ത് പൊരുത്തക്കേടുകളുണ്ട്. വാസവൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, മന്ത്രി വാസവൻ. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെ വികാരമുണ്ട് എന്നുള്ളത് ഗവൺമെൻറ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിയുമ്പോൾ ഗവൺമെൻറ്റിനെ അറിയാം, ഇവിടെ ഒരു വലിയ വിഭാഗം ഏതെങ്കിലും ഒരു റിലീജിയൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. അത്തരം ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് കാണിക്കുന്ന ഈ ഗിമ്മിക്കുകൾക്കിടയിലും വലിയ രീതിയിലുള്ള തിരിമറികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര ഏജൻസിയല്ല, പക്ഷേ ഒരു ഓട്ടോണമസ് ബോഡിയാണെങ്കിലും ഇറ്റ് ഈസ് അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവിഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി അതിനകത്തുണ്ട്. രണ്ടാമത് 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഈ മനുഷ്യനും മൃഗങ്ങൾക്കിടയിലുള്ള സംഘർഷം വളരെ രൂക്ഷമായി. ഗവൺമെൻറ് അതിൽ എപ്പോൾ ആ പ്രശ്നം ഉയരുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടി, 14 വയസ്സുള്ള ഒരു കുട്ടി സ്നേയറിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നമുക്കറിയാം. അപ്പോൾ ഈ മലയോര മേഖലയിൽ ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവെന്താണ്? വയനാട്, ഇടുക്കി പോലെയുള്ള മേഖലകളിൽ, കൂടുതൽ വനപ്രദേശങ്ങളുള്ള മേഖലകളിലെല്ലാം തന്നെ ഈ ഗവൺമെൻറ്റിനെതിരെ വലിയ വികാരമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുന്നതിൽ പോലീസും പരാജയമാണ്. മൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ടതായ പ്രദേശങ്ങളിൽ അത് ഗവൺമെൻറ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കൂ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എത്ര കോളേജുകളാണ് അടച്ചുപൂട്ടിയത്? മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എത്ര കോളേജുകൾ അടച്ചുപൂട്ടി?
നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ സർവകലാശാലകൾക്ക് പഠിക്കാൻ വേണ്ടി ആകർഷിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവരെന്തുകൊണ്ടാണ് കാനഡയിലും അതുപോലെ തന്നെ UK അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലും പോയി പഠിക്കേണ്ടി വരുന്നത്? ഇവിടെ മെച്ചപ്പെട്ടൊരു വിദ്യാഭ്യാസം നമ്മൾ ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഹിന്ദു പത്രത്തിൽ. അതെന്താണ്? അതേക്കുറിച്ച് ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. പബ്ലിക് എഡ്യൂക്കേഷൻ സെക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടി 5000 കോടി രൂപ ചിലവാക്കുന്നു എന്നാണ്. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ കോട്ടയം, ഇടുക്കി പോലെയുള്ള മേഖലയിൽ അവർക്ക് കേരളത്തിൽ പഠിക്കേണ്ട ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കാൻ ഇപ്പോൾ കുട്ടികളില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് കലാകൗമുദിയിൽ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും ഹരിക്കാൻ അറിയില്ല എന്നാണ്. അതിങ്ങനെ എല്ലാവർക്കും അറിയില്ല എന്നുള്ളത്. ഞാനൊരു അധ്യാപകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അത് പറയുമ്പോഴാണ് ഓർത്തത്, 970കളിൽ കേരളത്തിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിരുന്ന ഗവൺമെൻറ് സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തിരുന്ന കുട്ടികളുടെ എണ്ണം 7 ലക്ഷമാണ്. ഇപ്പോഴത് 2024 കണക്കനുസരിച്ച് 3.5 ലക്ഷമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചാൽ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുമെന്നും കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകുമെന്നും ജനങ്ങൾ കരുതാത്തത് കൊണ്ടാണ് അഡ്മിഷൻ കുറയുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നില്ല? ഇതൊന്നും മനസ്സിലാക്കാതെ ഏത് മേഖലയിലാണ് ആൻറ്റി ഇൻകംബൻസി ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വളരെ ലളിതമായി തോന്നിയ ഒരു ചോദ്യം, ഏത് മേഖലയിലാണ് ആൻറ്റി ഇൻകംബൻസി ഇല്ലാത്തത്? ജനങ്ങളുടെ ജീവിതോപാധി എന്തൊക്കെയാണ്? കാർഷിക മേഖല, ഫിഷറീസ് മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ വ്യവസായങ്ങൾ, കേരളത്തിലെ കാര്യമായ വ്യവസായങ്ങളില്ല. അതുപോലെ തന്നെ പിന്നെ സർവീസ് സെക്ടറാണ്. എന്താണ് സർവീസ് സെക്ടറിൻ്റെ അവസ്ഥ? കേരളത്തിലെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്താ ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, പ്രവാസി സമൂഹം. കേരളത്തിലൊരു വലിയ പ്രവാസി സമൂഹമുണ്ട്. വിദ്യാർത്ഥികളായിട്ടും ജോലിയെടുക്കുന്നതിന് വേണ്ടി പോയിട്ടുള്ളവർ. ഞാൻ 17 വർഷത്തോളം പ്രവാസിയായിരുന്നു, അധ്യാപകനായിരുന്നു പുറത്ത്. അപ്പോൾ എനിക്കറിയാം, ഈ സ്കൂളുകളും കോളേജുകളും അടക്കുന്ന സമയത്താണ് വിമാനയാത്രാ നിരക്ക് ഏറ്റവും കൂടുന്നത്. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്കും ഈ വിദേശ മലയാളികൾ അയക്കുന്ന പണം, അതായത് വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ സ്ഥിരമായി ഇവിടെ താമസിക്കാതെ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് അയക്കുന്ന പണമാണ്. അപ്പോൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വരാൻ കഴിയുന്നില്ല. പല രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നാട്ടിൽ വരണമെന്നുണ്ട്. പക്ഷേ ഉയർന്ന ടിക്കറ്റ് കാരണം ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 4 പേർക്ക് വരണം. അപ്പോൾ അവർക്ക് അത്രയും വലിയൊരു ഉയർന്ന വിമാന ടിക്കറ്റ് നൽകി വരാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിലൊക്കെ ഗവൺമെൻറ്റിനൊന്ന് ചില കാര്യങ്ങൾ നമ്മളൊരു ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് അവർ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയും. അങ്ങനെയല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിസ്സഹായമായി നിൽക്കേണ്ടി വരുന്ന ഒരു ഗവൺമെൻറ്റാണ് എങ്കിൽ, അല്ലെങ്കിൽ അവർ മറ്റുള്ളവർ കുറ്റം പറയുകയാണെങ്കിൽ ദെൻ വൈ ഷുഡ് ദേ ഡു ദിസ് ജോബ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏത് മേഖലയില്ലാത്ത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ ഇവിടെ പോലീസ് പരാജയമാണ് എന്ന് നമ്മൾ കണ്ടു. ഇത്തരത്തിലുണ്ടാകുന്ന ഈ ആൻറ്റി ഇൻകംബൻസിയെ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഗവൺമെൻറ് സാമുദായിക നേതാക്കളുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്നതും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ADGP അജിത് കുമാർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ദത്തോത്രയ ഹൊസബല്ലയെ എന്ന് പോയി കാണുന്നത്? അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ആൻറ്റി ഇൻകംബൻസി അതിജീവിക്കാൻ വേണ്ടി സർക്കാർ കാണുന്ന മാർഗങ്ങളാണ്. ഏറ്റവും മോശമായ ധനകാര്യ മാനേജ്മെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഈ നമ്മുടെ മാസങ്ങളോളം ഈ 1600 രൂപ നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ 2021 തന്നെ അത് വർദ്ധിപ്പിക്കാനുള്ള മുറവിളി ഉണ്ടായിരുന്നു. പക്ഷേ അത് വർദ്ധിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ തൊട്ടടുത്ത കാലം വരെ ഗവൺമെൻറ് നീട്ടിക്കൊണ്ടുപോയി. അതിനു വേണ്ടിയിട്ട് 9.1% പലിശ കൊടുത്തിട്ടാണ് ഗവൺമെൻറ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുക്കുന്നത്. അപ്പോൾ ഈ വായ്പ തിരിച്ചടക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്താണ്? ഈ ഗവൺമെൻറ് പറ്റിക്കാൻ ശ്രമിച്ച ഒരു വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷനെ കുറിച്ച് ഗവൺമെൻറ് ഇപ്പോഴത്തെ ബജറ്റിലാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതുപോലത് നടക്കൂ. അപ്പോൾ ഈ സാലറി റിവിഷൻ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ അവർ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കണ്ടേ? ആ പഠിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കണ്ടേ? മന്ത്രിസഭ അത് ചർച്ച ചെയ്ത് അംഗീകരിക്കണ്ടേ? എന്നാലല്ലേ ജീവനക്കാർക്ക് എന്തെങ്കിലും ലഭിക്കൂ. അപ്പോൾ
അതിന് ഇനിയൊരു സമയമുണ്ടോ? അപ്പോൾ ഇവർ കേരളത്തിലെ പിന്നെ സർക്കാരിൻ്റെ ഭാഗമായ ഈ 5 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാരെ ഈ ഗവൺമെൻറ് പറ്റിച്ചിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ജീവനക്കാർ അതൃപ്തികളാണ്, വിദ്യാർത്ഥികൾ അതൃപ്തിയിലാണ്. വിദ്യാഭ്യാസ രംഗം എങ്ങനെയാണ് കിടക്കുന്നത് നമുക്കറിയാം. ആരോഗ്യരംഗത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. ശസ്ത്രക്രിയ ചെയ്യുന്ന പല സമയങ്ങളിലും ശസ്ത്രക്രിയക്ക് ആവശ്യമായ സാധനങ്ങൾ രോഗികൾ വാങ്ങിക്കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആരോഗ്യരംഗം കേരളത്തിലെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കേരളത്തിൽ എത്ര ശതമാനം രോഗികളാകുന്ന സമയത്ത് സ്വകാര്യ ആരോഗ്യ മേഖല, അതായത് ഈ ആരോഗ്യ മേഖലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്? അപ്പോൾ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമാണ്, ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശം. ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നത് ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിലല്ലേ? സർക്കാരല്ലേ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ സർക്കാർ ചെയ്യാത്തത് കൊണ്ടല്ലേ എത്ര ശതമാനം ആളുകളാണ് കേരളത്തിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്രൈവറ്റ് സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്? അത് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ അല്ലേ? അപ്പോൾ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുക്കടത്തിലെ നമ്മുടെ GSDP-യിൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ പബ്ലിക് ഡെപ്റ്റിൻ്റെ തോത് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ വളരെ കൂടിയിരിക്കുകയാണ്. ഇത് വളരെ മോശമായ ഒരു ധനകാര്യ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് ഈ ട്രിവാൻഡ്രം ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്തിയപ്പോഴുണ്ടായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾക്കിടയിലുള്ള അത് ചേരാത്തതിനെക്കുറിച്ച്, അതിലെ മിസ്അപ്രോപ്രിയേഷനെ കുറിച്ച് കോടതി പരാമർശം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ വാസവൻ അതിൽ കൈയൊഴിയാൻ ശ്രമിക്കുകയാണ്. അത് വാസവൻ വി ആർ നോട്ട് റെസ്പോൺസിബിൾ എന്ന രീതിയിൽ പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയൊരു ഡാറ്റ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. കേരളത്തിലെ എത്ര ശതമാനം ആളുകൾ കേരളത്തിലെ എത്ര ശതമാനം വിദ്യാർത്ഥികൾ സ്കൂൾ തലത്തിൽ, എത്ര ശതമാനം വിദ്യാർത്ഥികൾ സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നുണ്ട്, എത്ര ശതമാനം വിദ്യാർത്ഥികൾ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഗവൺമെൻറ് ഈസ് എ ബിഗ് ഫെയിലിയർ എന്നാണ്. അതിനകത്ത് ഇനി വേറെ കാര്യമൊന്നും വേണ്ട. ഏത് മേഖലയിലാണ് ഈ ഗവൺമെൻറ് നന്നായി പ്രവർത്തിച്ചത് എന്ന് ഈ കേരളീയ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ മതി. ഇവിടെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറി എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ വളരെ എളുപ്പമാണ് കാര്യം. ഇൻ വിച്ച് ഫീൽഡ് ഈസ് ഇറ്റ് നോട്ട് വിസിബിൾ?